2005 തുടക്കം കുറിച്ച പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവ് കണ്ണൂരിൻ്റെ 20ാം വാർഷിക ആഘോഷം നവംബർ 24-ാം തീയതി കണ്ണൂർ യൂണിറ്റി സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. 2005 തുടക്കത്തിൽ 5 യൂണിറ്റുകളുമായി പാലിയേറ്റീവ് കെയർ പ്രവർത്തനം തുടങ്ങുകയും തുടർന്ന് നിലവിൽ 62 യൂണിറ്റുകൾ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നടത്തി വരികയാണ്. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളിലായിരുന്നു നമ്മൾ തുടക്കം. പക്ഷെ ഇന്നിപ്പോൾ വാർദ്ധക്യ സഹജമായിട്ട് അസുഖമുള്ളവർ, ക്യാൻസർ രോഗികൾ, വീണ് കിടപ്പിലായവർ, ഒപ്പം നമ്മൾ മാനസിക പ്രയാസം നേരിടുന്നവരെ എന്ന് വെച്ചാൽ ഒരു രോഗവുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊരു ആവശ്യം ഉണ്ടെങ്കിലും പാലിയേറ്റീവ് കെയറിൻ്റെ സംവിധാനം ഒരുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ 20 വർഷം പിന്നിടുമ്പോഴേക്ക് പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവ് കണ്ണൂർ മാറിയിട്ടുണ്ട്. 62 യൂണിറ്റുകളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ യൂണിറ്റുകളിലും അവിടെ ഡോക്ടറുടെ സേവനങ്ങളുണ്ട്. നമ്മുടെ വീടുകളിൽ എത്തിക്കൊണ്ട് പരിചരണം എന്ന രീതിയിൽ വോളണ്ടിയേഴ്സ്, നേഴ്സ്, ഡോക്ടേഴ്സിൻ്റെ പരിചരണം എന്ന രീതിയിലും ഹോം കെയർ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ഒരു 10ഓളം യൂണിറ്റുകളിൽ സൈക്യാട്രി വിഭാഗത്തിൻ്റെ പരിചരണവും നമ്മൾ നടത്തി വരുന്നുണ്ട്. ഒരു യൂണിറ്റിൽ മാനസിക രോഗികൾക്കുള്ള കിടത്തി ചികിത്സ വരെയും നമ്മൾ നടത്തി വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ വീടുകൾ നേരിട്ട് പോയിക്കൊണ്ട് ഫിസിയോതെറാപ്പി സംവിധാനവും നമ്മൾ ഒരുക്കി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു രൂപ പോലും വാങ്ങാതെ തീർത്തും സൗജന്യമായിട്ടുള്ള സേവനമാണ് നമ്മൾ നടത്തി വരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഈ ഒരു സംഘടനയുടെ കണ്ണൂരിൽ നമ്മുടെ പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവ് കണ്ണൂരിപ്പിക്ക് നേരിട്ടിട്ട് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഞങ്ങൾ ഹോം കെയർ പ്രവർത്തനം നടത്തുന്നുണ്ട്. കൂടാതെ മറ്റൊരു പ്രത്യേകത നമ്മുടെ പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവ് കണ്ണൂരിപ്പിക്കിൻ്റെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് ഈ മോർഫിൻ വേദന സംഹാരി എന്നുള്ളത്. അത് രജിസ്റ്റേർഡ് മെഡിക്കൽ ഡോക്ടേഴ്സിന് മാത്രമാണ് എഴുതാനും കുറിക്കാനുള്ള അവകാശം. അപ്പോൾ അത് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആഴ്ചയിൽ ഒരു നിശ്ചിത ദിവസങ്ങൾ മാത്രം, താലൂക്ക് ആശുപത്രികളിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസമാണ് മോർഫിൻ വിതരണം ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ കണ്ണൂരിലെ ഞങ്ങളുടെ പിക്കിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് ആഴ്ചയിൽ 6 ദിവസവും ജില്ലയിലുള്ള ഏതൊരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനുമായി വരുന്ന ഏതൊരാൾക്കും ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസറുണ്ട്, ഡോക്ടർ ലതീഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ജില്ലയിൽ നിന്ന് വരുന്ന ഏതൊരാൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മോർഫിൻ വിതരണം 6 ദിവസവും ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം 6 ദിവസം മോർഫിൻ കൊടുക്കുന്ന സംവിധാനം നമുക്ക് ഇല്ല. ഗവൺമെൻറ്റിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് താലൂക്കിൽ. അപ്പോൾ അത് അവിടെ പ്രയാസം അനുഭവിക്കുകയാണ് നേരിട്ട് ഞങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ കൂടാതെ ഹോം കെയർ പ്രവർത്തനങ്ങൾ പോലെ തന്നെ നമ്മുടെ ജില്ലയിലെ നിരവധി കോളേജുകളിലും സ്കൂളുകളിലും നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് പാലിയേറ്റീവ് കെയർ ക്ലബ്ബുകളും പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ 20ാം വാർഷികമാണ് 24-ാം തീയതി കണ്ണൂർ നമ്മുടെ സുനിത ഫർണിച്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള യൂണിറ്റി സെൻറ്റർ ഹാളിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കണ്ണൂർ കാസർഗോഡ് ക്രൈം ബ്രാഞ്ച് SP ആയിട്ടുള്ള ശ്രീ പ്രജീഷ് തോട്ടത്തിൽ അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് നമ്മുടെ ക്യാൻസർ രോഗ ചികിത്സാ രംഗത്തെ വിദഗ്ധനായിട്ടുള്ള ലേക്ഷർ ഹോസ്പിറ്റലിൽ ഡോക്ടർ VP ഗംഗാധരൻ സാർ നമ്മുടെ 1 മണിക്കൂറോളം നമ്മളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ക്യാൻസർ ധാരണയും തെറ്റിദ്ധാരണയും എന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യപ്രഭാഷണം നടക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള നമ്മുടെ കാഴ്ചയില്ല, കേൾവിയില്ല, സംസാരശേഷി ഇല്ലാത്ത ഒരു സീഷ്ണ ആനന്ദുണ്ട്, തലശ്ശേരി സ്വദേശിയാണ്. അപ്പോൾ അവർ നമ്മുടെ ഈ ചടങ്ങിൽ മോട്ടിവേഷൻ സ്പീച്ചും വിശിഷ്ടാതിയുമായി പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ സ്ഥാപക പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നിവരെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ജോർജ് കുട്ടി മുക്കാടനാണ്. നമ്മുടെ ഡോക്ടർ ലതീഷ് കുമാർ KK ആണ് ഇതിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി. ഇവരെയും ഞങ്ങൾ ചടങ്ങിൽ വെച്ചിട്ട് ഒരു സ്നേഹ ആദരവ് നൽകുന്നുണ്ട്. കൊണ്ട് ജില്ലയിൽ നടക്കുന്ന പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ എവിടെയാണ്, എന്തൊക്കെയാണെന്ന സുവനീറിൻ്റെ പ്രകാശനവും അന്ന് ചടങ്ങിൽ വെച്ച് നടക്കും. അപ്പോൾ പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ സേവനം ഒരുപാട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നന്ദിയോടെ ഓർക്കുകയും രേഖപ്പെട്ടിട്ടുണ്ട്. അവിടത്തേക്ക് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുകയും ചെയ്യും.